ആധുനികതയും പാരമ്പര്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഒരു തോൽപ്പാവക്കൂത്ത്. നമ്മുടെ ഇഷ്ട ഫുട്ബോൾ താരങ്ങൾ കേരളീയ നിഴൽ നാടകത്തിന്റെ തിരശ്ശീലയിൽ എത്തിയിരിക്കുന്നു. തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും സഹപ്രവർത്തകരുമാണ് ഈ ആശയത്തിന് പിന്നിൽ. തിരശ്ശീലയ്ക്ക് പിന്നിൽ രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ എത്തി രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് കാൽപന്ത് കളിയുടെ കഥ പറയാനാണ്. ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ മുഴുകുമ്പോൾ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും ആ ആവേശത്തിന്റെ ഭാഗമാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറെയും എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. പുരാണ ഇതിഹാസങ്ങളിലെ നായകന്മാർക്കും ദേവീദേവന്മാർക്കും മാത്രം മാറ്റിവെച്ചിരുന്ന കൂത്തുപന്തലിലാണ് ഇപ്പോൾ മെസ്സിയും കൂട്ടരും നിഴലുകളായി കളം നിറയുന്നത്. ലോകം മൊത്തം കാൽപന്തിൻ്റെ ചൂട്ടിലേക്ക് ഓടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടൊരു അനുഷ്ഠാന കലാരൂപത്തെ പുത്തൻ ആവേശത്തോടു കൂടി പാവകളിയെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആശയം ഞങ്ങൾ പങ്കുവെച്ചത്. ഞങ്ങളിതിന് മുന്നേ ചെയ്ത് ചെറിയൊരു വീഡിയോയിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് പയ്യന്മാർ ചേർന്ന് നമ്മുടെ ടീമിലുള്ള 2-3 ആശയമായിരുന്നു. ആദിത്യനൊക്കെ ഒരുമിച്ച് അവരുടെ നാട്ടിലെ പയ്യന്മാർ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനൊരു ഫുട്ബോൾ കളിയുടെ ഒരു ആവേശം ചെയ്തുകൂടാ എന്നൊരു ആശയം പങ്കുവെച്ചു. ആ ഒരു ആശയമാണ് ഇന്ന് കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ പിന്തുണയായിട്ട് എല്ലാവരും ഏറ്റെടുത്തത്. ഈ പരീക്ഷണത്തിന്റെ ഫലമായി പുറത്തുവന്ന 46 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഫീച്ചർ വീഡിയോ ദൃശ്യം ഇതിനകം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. AI സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജീവ് സാർ നമ്മുടെ ഒരു പ്രഷ്യസ് ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു കൗതുകമായിരുന്നു. കാരണം പുതിയൊരു സംഭവമാണ്. കാരണം നമ്മൾ രാമായണ കഥ മാത്രമാണ് നമ്മൾ തോൽപ്പാവക്കൂത്തിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുട്ബോൾ ആവേശത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ജനകീയമാവുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആശയം തന്നെയാണ് ഞങ്ങൾക്കും തോന്നിയത്. 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് ദിവസത്തെ അധ്വാനമാണുള്ളത്. ഫസ്റ്റത്തേൽ നമുക്ക് കുറച്ചും കൂടി വിഷ്വൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മളൊന്നുകൂടി വേറെ ചെയ്തപ്പോഴാണ് അത് ഇത്രയും സക്സസ് ആയത്. രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ കഥ പറയുമ്പോൾ അത് ഒരു കലാപരീക്ഷണം മാത്രമല്ല, പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും ഇടയിലെ മനോഹരമായ ഒരു പാലം കൂടിയാണ്. ലോകകപ്പ് ആവേശത്തിനൊപ്പം കേരളത്തിന്റെ സ്വന്തം നിഴൽ നാടകം കൂടി ലോകശ്രദ്ധ നേടുകയാണ്. അമൃത ന്യൂസ്, പാലക്കാട്.